നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. ലോക ജനതയെ രക്ഷിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? സർക്കാരായിരുന്നാലും ഓരോ രാജ്യത്തെ പൗരന്മാർക്കായിരുന്നാലും അധികാരികൾക്കാണെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊക്കെ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പം ഗ്രഹസ്ഥിതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2026 ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 2026 മെയ് മാസം 5-ാം തീയതി വരെ ശനിയും സൂര്യനും ചൊവ്വയും ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണ്. ഈ ദോഷമുള്ള ഗ്രഹങ്ങൾ ഒരു രാശി സഞ്ചരിക്കുന്ന സമയം ലോകം മൊത്തവും ആപത്തുണ്ടാകുന്ന ഒരു സമയമാണ്. കാലമാന്തി ഹയോ ബ്രൂയാൽ ബഹുഭൃത്യുതം മൃതം യോഗ ദൃഷ്ട്യാദിവർ തദ്വൽ പാനു ഭൗമ വിശേഷത. കാലൻ എന്ന് പറയുന്നത് ശനിയാണ്, മാന്തി ഗുളിയൻ, അയൻ രാഹു. അതിൽ ഒന്നിച്ച് നിൽക്കുന്നത് ദോഷമാണ്. യോഗ ദൃഷ്ട്യാദിവർ തദ്വൽ പാനു ഭൗമ വിശേഷത. യോഗദൃഷ്ടികളോടുകൂടി പാനുവും ഭൗമനും ഒന്നിച്ചു വരുന്നതും ചൊവ്വയും ശനിയൊക്കെ ഒന്നിച്ച് നിൽക്കുന്നതും ദോഷമാണ്. ഇപ്പം രാഹുവും സൂര്യനും ഒന്നിച്ച് നിന്ന ഘട്ടത്തിലുള്ള യുദ്ധത്തിൻ്റെ ആരംഭമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഇനിയിപ്പോൾ മീനത്തിൽ തന്നെ സൂര്യനും ചൊവ്വയും രാഹുവും 3 ഗ്രഹങ്ങൾ വരുന്ന സമയം സൂര്യനും ചൊവ്വയും ശനിയുമാണ് ഒന്നിച്ച് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അത് അഗ്നി മാരുത യോഗം എന്ന് പറയും. അപ്പം ആ ദോഷം വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം എവിടെയൊക്കെ ലോകങ്ങളുണ്ടോ, ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, ലോകം മൊത്തം സമസ്ത ലോകങ്ങളിലും പ്രളയം, ഭൂകമ്പം, വരൾച്ച, ജീവജന്തുക്കളുടെ നാശം, ജനങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ അടി, വെട്ടു, കുത്തു, കൊലപാതകം, വലിയ അധികാരികളുടെ മരണങ്ങൾ, ഭയങ്കര നാശനഷ്ടങ്ങൾ, വർഗീയ കലാപങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ഭാരതീയ ദർശനങ്ങളും ലോകം മൊത്തമുള്ള ജനങ്ങൾ സ്വീകരിച്ച് ലോകത്തെ മൊത്തം ഭാരതീയ ചിന്തയോടുകൂടി നടപ്പാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്താണ്? ഇവിടെ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യായേന മാർഗേണ മഹേ മഹേശ ഗോ ബ്രാഹ്മണപ്യാഹ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ഭാരത ദർശനം എങ്ങനെയാണ്? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത, സ്വസ്ഥമായിട്ട് പ്രജകളെ ഭരിക്കുന്ന അധികാരികളായിട്ടുള്ള ലോക നേതാക്കന്മാർക്കും അവർ ഭരിക്കുന്ന പ്രജകൾക്കും അതേപോലെ ന്യായേന മാർഗേണ മഹീം മഹീശ, ന്യായത്തോടുകൂടി നല്ല മാർഗത്തോടുകൂടിയും രാജ്യങ്ങളെ ഭരിക്കുന്ന മഹീശന്മാർക്കും ഗോബ്രാഹ്മണപ്യാഹ, അവരുടെ നാട്ടിലുള്ള മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക്, ജന്തുക്കൾക്ക്, ബ്രാഹ്മണന്മാരെന്ന് വെച്ചാൽ യാഗങ്ങൾ, ഹോമങ്ങൾ, കർമ്മങ്ങളൊക്കെ ചെയ്ത് ലോകത്തിലെ സമസ്ത ജനങ്ങൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മതപണ്ഡിതന്മാർ, ഹൈന്ദവരാണെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തെ അനുസരിച്ച് ലോക ജനതയെ നന്മയ്ക്ക് വേണ്ടിയുള്ള യാഗങ്ങൾ, വേദങ്ങൾ, പാരായണങ്ങൾ, ഹോമങ്ങൾ, കർമ്മങ്ങൾ. അതേപോലെ ഇസ്ലാമിനെ സംബന്ധിച്ച് നോക്കുമ്പം അവരുടെ പ്രാർത്ഥനകളും നേർച്ചകൾ, വഴിപാടുകൾ, അങ്ങനെ. ക്രിസ്തുമതത്തെ സംബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ, കാര്യങ്ങൾ. ലോകത്ത് എല്ലാവർക്കും നല്ലത് വരണമെന്ന് പറഞ്ഞ് അവർ വാശിയും വിരോധവും അക്രമങ്ങളും തമ്മിലടിയും യുദ്ധ കോലാഹലങ്ങളും കൊണ്ട് ലോകരാജ്യത്തെ വകവരുത്തി സ്വന്തം രാജ്യത്തിനും മറ്റ് രാജ്യത്തിനും നാശം വരുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതെ സ്വസ്ഥമായ രീതിയിൽ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ ഭാരതം പോലുള്ള നല്ല കാഴ്ചപ്പാടുള്ള രാജ്യങ്ങൾ കുറവാണ്.
അവരെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയൊക്കെ രീതി അനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ തളർച്ചയിലേക്ക് നയിക്കാനുള്ള പദ്ധതികളുമായിട്ട് പ്രവർത്തിക്കുന്ന ചില അസുര ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എത്ര പറഞ്ഞാലും അവരുടെ തീരുമാനങ്ങളാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന പല രാജ്യക്കാരുമുണ്ട്. അതുകൊണ്ട് നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം, ലോകത്തുള്ള എല്ലാവരും തമ്മിലുള്ള ബന്ധം, എല്ലാവർക്കും നല്ലത് വരാനുള്ള ചിന്താഗതി വേണം. അപ്പോൾ ഈ യുദ്ധകോലാഹലങ്ങളൊക്കെ കൊണ്ട് രാജ്യത്തിന് വൻ ദുരന്തങ്ങൾ, ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രളയമുണ്ട്, തീപിടുത്തങ്ങളുണ്ട്, വലിയ വലിയ വനങ്ങൾ തീപിടിക്കാനും കടകൾ വലിയ സ്ഥാപനങ്ങളൊക്കെ തീപിടിക്കാനും അഗ്നി കൊണ്ടുള്ള ആപത്തുകളുണ്ടാകാനും ഇടിമിന്നൽ കൊണ്ടും മഴ കൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ ഉള്ള പ്രളയങ്ങൾ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകാനും ജീവജന്തുക്കൾ നശിക്കാനും ഒക്കെ ഉള്ള യോഗമുള്ള സമയമാണ് ഈ സമയം. ഇതിന് സർക്കാരിന് എന്ത് നടപടി എടുക്കാൻ പറ്റും? സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതി ദുരന്തങ്ങളും സുനാമിയും കൊറോണയൊക്കെ വന്നു പോകുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ള ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഭൗമ ഗവേഷകരും അതേപോലെ വ്യാമ ഗവേഷകരും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും പരിഹാരങ്ങളും പ്രവർത്തികളും ചെയ്യാമെന്നുള്ളതല്ലാതെ അത് ഫലമാണോ ഫലവത്തല്ല എന്നാണോ എന്ന് ചിന്തിക്കാതെ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പരസ്പരം ശത്രുത വരാതെ എല്ലാ രാജ്യക്കാരും പെരുമാറണം എന്ന് മാത്രമേ നമുക്കിതിന് പരിഹാരമുള്ളൂ. ഈ ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മളെ ആർക്കൊക്കെ അവരവരുടെ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകളും മരുന്നും മന്ത്രങ്ങളും കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കുഴപ്പങ്ങൾ മാറി കിട്ടും. കാരണം സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖ സുഖിനോ ഭവന്തു. നാരായണ മന്ത്രങ്ങൾ ഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും ആ വിനകൾ മാറും, രോഗം മാറും, ശത്രു മാറും, മൃത്യു മാറും, വിഷമതകൾ മാറും. ഇതൊക്കെയാണ്. അപ്പോൾ ഈ ദോഷങ്ങൾ മാറാൻ ഭഗവാനെ ഭജിക്കുമ്പോൾ തന്നെ നമുക്ക് പകൽ ദോഷങ്ങളും പ്രകൃതി ദുരന്തങ്ങളൊക്കെ കുറച്ചെങ്കിലും മാറിക്കും. പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുറേ ദോഷങ്ങൾ ഉള്ളതിന് ഭഗവാനെ തന്നെ ഭജിച്ച് നമ്മൾ ശ്രദ്ധിച്ച് അപകടകാരിയായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി ദോഷങ്ങളുള്ള ഉരുൾപൊട്ടലുകൾ പ്രളയങ്ങളൊക്കെ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്നൊക്കെ ജനങ്ങളെ മാറ്റി പാർപ്പിച്ച് നമ്മളും കുറച്ച് സുരക്ഷാ സന്നാഹങ്ങളൊക്കെ നടത്തി യുദ്ധകോലാഹലങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അധികാരികൾ ശ്രദ്ധിച്ച് രാജ്യക്കാർ അതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദുരിതത്തിൽ നിന്ന് ശമനവും നമുക്ക് എല്ലാവർക്കും നല്ലതും വരും. എന്തുകൊണ്ടും നിങ്ങളെല്ലാവരും ഈ വരുന്ന ഏപ്രിൽ മാസം മുതൽ മെയ് മാസം 5-ാം തീയതി വരെ നമ്മൾക്ക് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് ലോക ജനതയ്ക്ക് നന്മ വരുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.